നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകൾക്ക് പൂട്ടിടാൻ ഒരുങ്ങി കോർപ്പറേഷൻ. തിരുവനന്തപുരം ജില്ലയിൽ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം വലിയ സഹായമാണ് ലഭ്യമാകുന്നത്. ഗുണ്ടകൾ പോലും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന വിവരത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആൾക്കാർക്ക് നേരെ ഒരു നടപടിക്ക് കോർപ്പറേഷൻ ഒരുങ്ങിയിരിക്കുന്നത്. തിരുവല്ലയിലെ സ്പായിൽ നടന്ന പീഡനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരത്തും അത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകൾ ഉണ്ട് എന്ന വിവരം ലഭിച്ചത്. അത്തരത്തിലുള്ളൊരു അന്വേഷണം ആരംഭിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായിട്ടുള്ള റെയ്ഡിന് തയ്യാറെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ലൈസൻസ് ഉള്ള സ്പാകളിൽ ഇത്തരത്തിലുള്ള ക്രോസ് മസാജ് ഉൾപ്പെടെയുള്ള അനധികൃത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നും വേണ്ടത്ര യോഗ്യതയില്ലാത്ത ആൾക്കാരെ സ്പാകളിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് എന്നും ഡോക്ടറും മാസിയറും വേണ്ട ഇടങ്ങളിലൊക്കെയും ഇത്തരം വ്യക്തമായ രീതിയിൽ യോഗ്യതകളൊന്നും ഇല്ലാത്ത ആൾക്കാർ പോലും സ്പാകളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അവരെ പല രീതിയിലുള്ള പല തൊഴിലുകൾക്ക് വിനിയോഗിക്കുന്നുള്ളതായിട്ടും വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കോർപ്പറേഷൻ ഇത്തരമൊരു നടപടിക്ക് ഒരുങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന നിരവധി സ്പാകളുണ്ട്. അത്തരം സ്പാകൾക്ക് ഉടൻ തന്നെ പൂട്ട് വീഴുന്നതാണ്. എന്തായാലും അത്തരത്തിലുള്ള നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്പാകളെ ഒന്നും ഇനി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നും മേയർ അടിവരയിട്ട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ചയ്ക്ക് ശേഷം ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തയ്യാറെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നാലും അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. പലപ്പോഴും ഇത്തരം അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകൾ കാരണം മര്യാദയ്ക്ക് നിയമപരമായി പ്രവർത്തിക്കുന്ന സ്പാകൾക്ക് കൂടി പ്രവർത്തനം നടത്തുവാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലും ജില്ലയിലുണ്ട്, തലസ്ഥാന ജില്ലയിലുണ്ട്. പലപ്പോഴും ഇത്തരം മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന സ്പാകളിലേക്കൊക്കെ ഫോൺ കോളുകൾ വരുന്നത് അവിടെ ക്രോസ് മസാജ് ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ചാണ്. പലപ്പോഴും ഇത്തരമൊരു കാര്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പരസ്യങ്ങൾ കൊടുക്കുവാൻ പോലും, തങ്ങൾക്ക് ഇങ്ങനൊരു സ്പാ പ്രവർത്തിക്കുന്നു എന്ന പരസ്യങ്ങൾ കൊടുക്കാൻ പോലും പലപ്പോഴും നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മടിയായിട്ടുണ്ട്. അത്തരം രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ, അത്തരം മര്യാദയ്ക്ക് വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കൂടി അപമാനിക്കുന്ന രീതിയിലാണ് ജില്ലയിലും സംസ്ഥാനത്തും സ്പാകൾ പ്രവർത്തിക്കുന്നത്. ഇത്തരം സ്പാകൾ പല രീതിയിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി മാറുന്നു. ലഹരി മരുന്നുകളുടെ വിനിയോഗത്തിൻ്റെയും അവരുടെ ഉപഭോഗത്തിൻ്റെയും വിൽപ്പനയുടെയും കേന്ദ്രമായി മാറുന്നു. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ, ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തിരുവനന്തപുരത്തെ വലിയ ഗുണ്ടകൾക്കൊക്കെയാണ് ഇതിൻ്റെ സ്പാകൾക്ക് പിന്നിൽ ഉള്ള ചുമതലയുള്ളത്. എന്തായാലും ഇത്തരം രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്പാകൾക്കും കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകളുടെ പൂട്ട് വീഴുകയും ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന സ്പാകളിൽ ഇത്തരത്തിലുള്ള അനാശാസ്യം നടക്കുകയാണ് എങ്കിൽ അവരുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇന്ന് മേയർ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. തിരുവല്ലയിൽ അനധികൃത സ്പായുടെ മറവിൽ നടന്ന സംഭവം കേരള മനസാക്ഷി മുഴുവൻ ഞെട്ടിട്ടുണ്ട്. അത് തിരുവല്ലയിൽ മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സെന്ററുകൾ പെരുകുന്നത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ നിന്നും തിരുവനന്തപുരം ഇതിൽ നിന്നും മുക്തമല്ല എന്നുള്ള വിവരമാണ് ലഭ്യമായത്. ഇന്ന് രാവിലെ കോർപ്പറേഷൻ സെക്രട്ടറിയുമായി സംസാരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പായുടെയും ലൈസൻസ് പരിശോധിക്കാൻ പറഞ്ഞു. സെക്രട്ടറി ഞായറാഴ്ചയായിട്ട് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. സെക്രട്ടറിയുമായിട്ട് ഈ മാധ്യമ സമ്മേളനത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പാകളിലും ഞങ്ങൾ പരിശോധന നടത്തും. ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പോലീസ് ചില കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനങ്ങൾ പരിശോധനയ്ക്ക് ചെന്നപ്പോഴേക്കും
18 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് എന്ന ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട്, നിയമപരമായ ആനുകൂല്യം വെച്ചുകൊണ്ട് പോലീസിന് ചില ഇടപെടലുകൾ നടത്താൻ പറ്റിയിട്ടില്ല. കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ ഈ മേഖലയിൽ നടത്തുവാൻ വേണ്ടി ആലോചിക്കുന്നു. നാളെ കൊണ്ട് അതിനൊരു രൂപമുണ്ടാകും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കും. അതോടൊപ്പം തന്നെ ക്രോസ് മസാജ് വ്യാപകമായി നടക്കുകയാണ്. ഇപ്പോ സ്ത്രീകൾ പുരുഷന്മാരെ മസാജ് ചെയ്യാൻ പാടില്ല, തിരിച്ചും പാടില്ല. ഇതാണല്ലോ നിയമം. എന്നാൽ വ്യാപകമായി ഈ സ്പാകളുടെ മറവിൽ ഇത്തരത്തിലുള്ള മസാജ് നടക്കുകയാണ്. അതുപോലെ തന്നെ മാസിയർ, ഡോക്ടർ, ഇവർ രണ്ടുപേരുടെയും സാന്നിധ്യം നിർബന്ധമാണ്. ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ പറയാറുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും അംഗീകൃത മാസിയർ ഉണ്ടാവാറില്ല, ഡോക്ടർമാരുണ്ടാവാറില്ല. അത് ഞങ്ങൾ പരിശോധന. അതോടൊപ്പം തന്നെ ചില ഡോക്ടർമാർ ഇക്കാര്യങ്ങൾക്ക്, ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നു എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. ആ ഡോക്ടർമാർ പോലീസിന്റെയും കോർപ്പറേഷന്റെയും കർശന നിരീക്ഷണത്തിലാണ്. മെഡിക്കൽ കൗൺസിലിനെ വിവരം അറിയിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും. മറ്റൊന്ന്, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ഇത്തരത്തിലുള്ള അനധികൃത മാഫിയകളുമായി സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ട്. അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായി. അത് കോർപ്പറേഷൻ വിവരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഒരു കാര്യം തീർത്തും പറഞ്ഞിരിക്കുകയാണ്, ഇത്തരം ലൈസൻസിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അനധികൃത പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുവാനെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഒരു ഉടമസ്ഥനും വിചാരിക്കേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കും. ഇവരുടെയൊക്കെ തന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. അതോടൊപ്പം തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കും. വളരെ അപകടകരമായ, ഏറ്റവും ദുഃഖകരമായ ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി നമ്മുടെ സെക്രട്ടറിയുടെ സമീപം ഒരു സ്പാ സെന്ററിലേക്ക് ഒരു കുട്ടിയെ ഇന്റർവ്യൂവിന് വിളിച്ചു. അതിനുശേഷം അറിയാൻ സാധിച്ചത് വളരെ വിഷമകരമായ സാഹചര്യത്തിൽ, അതായത് ആ കുട്ടിയെ കയ്യേറ്റം ചെയ്യാൻ വരെ ഉള്ള സാഹചര്യം അവരുടെ ഉടമസ്ഥന്റെ ഭാഗത്ത് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ കോർപ്പറേഷനെ ബന്ധപ്പെട്ടില്ല. ഇത് ലഭ്യമായ ഒരു വിവരമാണ്. അവരോട് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് വിവരം തന്നവരോട് ആവശ്യം. എത്ര എണ്ണം ഉണ്ടെന്നുള്ള ഒരു കണക്കുണ്ടോ? എക്സാക്ട് റിപ്പോർട്ട് എടുക്കാൻ ഇന്ന് രാവിലെ പറഞ്ഞു. ഈ ലൈസൻസ് കൊടുത്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലൈസൻസ് കൊടുത്തതിൽ പ്രശ്നമാണെങ്കിൽ അല്ല, അതും പരിശോധിക്കണം. സെക്രട്ടറി വന്നിട്ടുണ്ട്. സെക്രട്ടറി വളരെ ഗൗരവമായിട്ട് ഇക്കാര്യങ്ങൾ അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, പോലീസിന്റെ ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നു. ആ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോർപ്പറേഷൻ സെക്രട്ടറി ഞായറാഴ്ചയായിട്ട് പോലും കോർപ്പറേഷനിലെത്തി ചില കാര്യങ്ങൾ. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. പോലീസ് മാത്രം ചെല്ലുമ്പോഴേക്കും ചില നിയമകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ തടിതപ്പാറും. അപ്പൊ പോലീസും കോർപ്പറേഷനുമായി സംയുക്തമായി ഇടപെടേണ്ട ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇടപെടും. വേണ്ടത്ര യോഗ്യതകളില്ലാത്ത ആൾക്കാർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അംഗീകൃത മാസിയർ ഉണ്ടാകണം, ഡോക്ടർ ഉണ്ടാകണം. ഇവരൊന്നും തന്നെ ഉണ്ടാകാറില്ല. പലപ്പോഴും ഈ ഉള്ളവർ തന്നെ ചില കാര്യങ്ങൾക്ക് തെറ്റായ കാര്യം ക്രോസ് മസാജിന് കൂട്ടു നിൽക്കുക. ഒരു കാരണവശാലും ക്രോസ് മസാജിന് അനുവദിക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷന് ഇത്തരത്തിലുള്ള ഒരു നടപടികൾ അനുവദിക്കില്ല. ശക്തമായ ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുണ്ട്. കോർപ്പറേഷൻ പരിശോധന നടത്തുന്ന സ്ഥലം കോർപ്പറേഷൻ പരിശോധന നടത്തും, പോലീസ് പരിശോധന നടത്തുന്ന സ്ഥലം പോലീസ് പരിശോധന. വർഷത്തേക്കാണോ കൊടുക്കുന്നത്? എങ്ങനെയാണ് റിന്യൂ ചെയ്ത് കൊടുക്കുന്നത്? അത് ഒരു വർഷത്തേക്കാണ് സാധാരണ കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്തതിൽ എന്തെങ്കിലും തന്നെ ക്രമവിരുദ്ധമായി ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ പരിശോധിക്കും. ഏതിലെ സംസ്ഥാന ഇന്റലിജൻസ് കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് തിരുവനന്തപുരത്ത് 200ഓളം സ്പാകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു. അനധികൃതമല്ല, മൊത്തത്തിൽ 200ഓളം സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. ഇവിടെ നടത്തിയ പഠനത്തിൽ ഏകദേശം എത്ര എണ്ണം ഉണ്ട്? ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ ഡോക്യുമെന്റ്സ് എടുത്ത ഏതൊക്കെയാണ് ഇല്ലീഗൽ ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, കൊടുത്തിനൊക്കെ ലൈസൻസ് കൊടുത്തതിനൊക്കെ തന്നെ എല്ലാ രേഖകളും വാങ്ങിയിട്ടുണ്ടോ, അതൊക്കെ തന്നെ
അതിൽ പറയുന്ന കണ്ടീഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അക്കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പരിശോധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, സൺഡേ ആയിട്ട് പോലും ഞങ്ങൾ അത്രയും ഗൗരവമുള്ള കാര്യമായതുകൊണ്ടും ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സൺഡേ ആയിട്ട് പോലും ഞങ്ങൾ അത്രയും ഗൗരവം. ചില പോലീസുകാർക്ക് ഇതിൽ ഇടപെടലുണ്ടെന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ പറയാമല്ലോ, നമുക്കറിയാമല്ലോ എല്ലാ മേഖലയിലും ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ചില സ്ഥലങ്ങളിൽ സഹായിക്കുന്നുണ്ടല്ലോ. അതൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് പെരുമാറാൻ സാധിക്കുമോ? ഇപ്പൊ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് തുടങ്ങി പല വളരെ പ്രസിദ്ധരായ ഗുണ്ടകളുമാണ്. തിരുവനന്തപുരത്തും അത്തരത്തിലുള്ള പ്രവണതകൾ കണ്ടുവരുന്നുണ്ട്. അത് ഞങ്ങളെക്കാൾ ഇൻഫർമേഷൻ പോലീസിനുണ്ട്. അപ്പോൾ ഒരുമിച്ചുള്ള ചില ഘട്ടങ്ങളിൽ ഭരണ സംവിധാനങ്ങൾ ഒരുമിച്ചുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. അതിന് തന്നെയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഒരുമിച്ച് പോകുമ്പോൾ ആ പോലീസുകാരെ മാറ്റി നിർത്തണ്ടേ? അത് പോലീസ് സംവിധാനം ശ്രദ്ധിക്കേണ്ടതാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ പേർ അവർക്കുണ്ടാവും. ഒരുമിച്ച് പോകുമ്പോൾ അതിനതിൻ്റെതായ എടുക്കേണ്ട തയ്യാറെടുപ്പ് മുന്നെടുപ്പൊക്കെ ഉണ്ടാവണം. ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ പരിമിതി ഉണ്ടാവില്ല. ലൈസൻസ് ഉണ്ടാകുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കണം. ക്രോസ് പ്രൊസൈഡിങ് പാടില്ല. അവിടെ അംഗീകൃത മേസർ ഉണ്ടാവണം, അതുപോലെ തന്നെ ഡോക്ടർ ഉണ്ടാവണം. പിന്നെ ഇപ്പോ തിരുവനന്തപുരത്തൊരു 15 ക്യൂബിക്കിൾ ഉണ്ടാക്കിയതിന് ശേഷം ആരെങ്കിലും പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ അതിനകത്ത് കയറാൻ സാധിക്കൂ. അങ്ങനെയുള്ള ചില കേന്ദ്രങ്ങൾ ഉണ്ടാകുന്ന മനസ്സിലാക്കാൻ സാധിക്കും. അതിലേക്ക് പൊളിക്കേണ്ട സമയം ഞാൻ പറഞ്ഞല്ലോ. ഏത് തരത്തിലാണ് ചെയ്യാൻ പറ്റുന്നത് സെക്രട്ടറിയുമായി ഹെൽത്ത് ഓഫീസറുമായിട്ട് സംസാരിക്കും. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.